ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് 6th നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി കൂടി മടിയുണ്ടായിരുന്നു. നല്ല ഉറക്കം അങ്ങോട്ട് ഇത്തിരി കൂടി ഉറങ്ങണം എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ ചാടിത്തുള്ളി ഇറങ്ങി. കാരണം ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി. ആ ഒരു സന്തോഷത്തിൽ അങ്ങ് ഇറങ്ങി. ഞാൻ നേരെ ചാപ്പലിലേക്ക് വിട്ടു. ചാപ്പലിൽ ചെന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എനർജിയൊക്കെ ആയി. നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഏകദേശം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ സമയത്താണ് ക്യാൻറ്റീനിലേക്ക് എത്താറ്. അപ്പോൾ അവരും എത്തി. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ നേരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന വഴിക്ക് മുഴുവനും ഇന്നത്തെ ഇന്നത്തെ വിശേഷങ്ങളും ഇനി ഞങ്ങൾക്ക് ഓരോ നൈറ്റുള്ളോ, ബാക്കി കയറിയവർക്ക് 2-3 നൈറ്റൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഓരോ ദിവസം മാറി കയറണവർക്ക് ഞങ്ങൾക്ക് മന്ത്ലി 7 നൈറ്റാണുള്ളത്. അപ്പോൾ എനിക്കും വേറൊരു കുട്ടിക്കും ഒരേ നൈറ്റുള്ളൂ. ഞങ്ങളതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ രാവിലെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ടുള്ളവരൊക്കെ ഓരോരുത്തർ വരണേ ഉള്ളൂ. ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീണ്ടും ക്യാൻറ്റീനിലേക്ക് തന്നെ പോയി. അവിടെ ക്യാൻറ്റീനിൽ ചെന്ന് ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ക്യാൻറ്റീനിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ. ആ മഴയും കൂടി കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷമായി. കാരണം നമുക്ക് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ സുഖമായി കിടന്നുറങ്ങാമല്ലോ. അങ്ങനൊരു ചിന്തയോടെ കൂടെയാണ് മഴയൊക്കെ കണ്ട് ചെന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇന്നത്തെ മഴ വളരെ കുഞ്ഞു മഴയായിരുന്നു. അത് കുറച്ച് നേരം പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി. അപ്പോൾ ഞാനിങ്ങനെ മഴയത്ത് ഇങ്ങനെ നടന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ മഴ കാണുമ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് അങ്ങനെ ഇങ്ങോട്ട് തോന്നുമല്ലോ. അപ്പോൾ പോരണ വഴിക്ക് ശേടാ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് വരായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടന്ന് പോകുന്നപ്പോഴാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഒരാളെ കാണുന്നത്. സ്വിഗ്ഗിയിലെ ചേട്ടൻ ആ അമ്പലം മുഴുവൻ റൗണ്ട് അടിച്ച് നടക്കുക. മഴയുമാണ്. പെട്ടെന്ന് മഴ പെയ്താണ്. നമുക്ക് മഴ എപ്പോഴാണ് തുടങ്ങിയെന്നറിയില്ല. പക്ഷേ മഴയുമാണ്. ചേട്ടൻ ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെ പേര് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ആ നേരത്ത് ആണെങ്കിൽ ആരും ഇവിടെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇതേതാന്ന് സ്ഥലം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് തന്നെയാന്ന് പറഞ്ഞ് ആൾക്ക് സ്ഥലം കിട്ടി. അപ്പോൾ ആൾ ഹാപ്പിയായി. ആൾ അങ്ങോട്ടേക്കും പോയി, ഞാൻ ഹോസ്റ്റലിലേക്കും പോയി. അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞു.